ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? നല്ല നാടൻ കോഴിക്കറിയുടെ അതേ ടേസ്റ്റിൽ ബ്രോയിലർ ചിക്കൻ കറിയാണ് ഞാൻ പുതിയ വ്ളോഗിൽ കാണിക്കുന്നത്. വെൽക്കം ടു മൈ ചാനൽ. ഇപ്പം ഈ കറി ചോറിനും പുട്ടിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ഈ ഒരു കറി മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കണേ. അപ്പോൾ ആദ്യമേ ചീനച്ചട്ടി ചൂടാക്കി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിൽ 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ ബൗള് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി. ഉള്ളി വഴണ്ട് കഴിഞ്ഞതും ചെറിയ ബൗള് തേങ്ങ ചിരകിയതും കൂടി ചേർക്കുക. അതും കൂടി ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്ത് കഴിഞ്ഞതും പൊടികൾ ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് മുരിച്ച് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞത് മിക്സി ജാറിൽ നന്നായിട്ട് അരച്ച് വെക്കുക. അപ്പോൾ മൺചട്ടി ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. അതിൽ ഒരു സവാള നീളത്തിൽ നൈസായിട്ട് മുറിച്ചെടുത്തത് സവാള ചേർത്ത് ആദ്യമേ വഴറ്റണം. ഇതിന് കടുകൊന്നും ചേർക്കണില്ല. പിന്നെ കരിവേപ്പില കുറച്ച് ചേർത്തു. കറിക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് സവാള വഴണ്ട് കളർ മാറിയതും ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ഓരോന്നായിട്ട് ഇട്ട് വഴറ്റിയെടുക്കുക. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞത് ഞാൻ നേരത്തെ തന്നെ കടല ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കടല ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. കടല മിക്സ് ചെയ്ത് കഴിഞ്ഞതും ചിക്കൻ 1.5 കിലോ ചിക്കനാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച് കഴുകി വൃത്തിയാക്കിയ 1.5 കിലോ ചിക്കൻ കഷ്ണങ്ങളും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തേങ്ങ അരച്ചത് മുഴുവൻ ചേർക്കുക. അപ്പോൾ മിക്സി ജാറിൽ വെള്ളം ചേർത്ത് മിക്സി ജാറ് കഴുകി ആ വെള്ളം കൂടി ചേർക്കുക. അപ്പോൾ കടല വേവിച്ച ആ വെള്ളം തന്നെയാണ് ഞാൻ തേങ്ങ അരയ്ക്കാൻ യൂസ് ചെയ്തത്. അപ്പോൾ ആ കടല വേവിച്ച വെള്ളം നമുക്ക് കളയാൻ പാടില്ല. അപ്പോൾ ആ വെള്ളം കൂടി ഇതിൽ യൂസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അരച്ച മിശ്രം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ചിക്കൻ വേവാൻ വെക്കണം. ഇടയ്ക്ക് തുറന്ന് 2-3 തവണ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തു. ചിക്കൻ നന്നായിട്ട് വേവാൻ വേണ്ടിയാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ആ സമയത്ത് ഉപ്പ് പോരെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാം, എരിവ് പോരെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഇതിന് ഗരം മസാലയോ പച്ചമുളകോ തക്കാളിയോ ഒന്നും ആവശ്യമില്ല. ഇതിൽ ഞാൻ ചേർത്ത് ഇത്രയും സാധനങ്ങൾ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ചിക്കൻ കറിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യണേ. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.